സൗഖ്യമാക്കാൻ ഒരു യേശു അവിടെ ഉണ്ട്. There is a Jesus to heal. ക്രിട്ടിസൈസ് ചെയ്യാൻ വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. There is a large crowd to criticize. ഒരു രോഗിയായിരിക്കുന്ന മനുഷ്യൻ അവിടെ ഉണ്ട്. A sick person is also there. ഇതിൻ്റെ മധ്യത്തിൽ ഒരത്ഭുതം നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. And today what we are going to meditate is a healing that is going to take place in the midst of this situation. എല്ലാവരും സപ്പോർട്ടുള്ള ഒരു സ്ഥലത്തല്ല ഒരു അത്ഭുതം നടക്കാൻ പോകുന്നത്. The healing is not going to take place in a place where everybody is supporting the notion. എല്ലാവരും എതിരായി നിൽക്കുന്ന സ്ഥലത്ത് ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. The miracle is going to take place at the place where everybody is against it. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. Praise Lord, glory to the name of God. ഇന്ന് നിങ്ങളുടെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. We praise God for giving us another chance to serve the word of God to you. എത്ര സംസാരിച്ചാലും തീരാത്ത ഒന്നത്രേ ദൈവവചനം. The word of God is endless. എത്ര കേട്ടാലും തീരാത്ത ഒന്നത്രേ ദൈവവചനം. There will be no end in listening to the word of God because it is endless. എത്ര പഠിച്ചാലും തീരാത്തതാണ് ദൈവത്തിന്റെ വചനം. The word of God will not come to an end as we study. We have to study and study again and again. അങ്ങനെ ഒരു വചനത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. And now we are in the front of that word of God. നമ്മൾ പൂർത്തീകരിച്ചു എന്ന് ചിന്തിക്കരുത്. Don't think that we have completed it. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. Don't think that we have studied it completely. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പഠിക്കുന്നതനുസരിച്ച് പുതിയത് പഠിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. As we understand and as we study, there is a God who is there to give us new things to our life from His scriptures. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മീക ഭോജനം നൽകുമെന്നുള്ളതിന് സംശയമില്ല. There is no doubt regarding that the God is going to give us a new spiritual food. ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ നിങ്ങളായിരിക്കണം. Let us be in the presence of God with a great expectation. കർത്താവിന്റെ വചനത്തിൽ നിന്നൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We would love to get a word of God into your attention. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. The Gospel of Mark chapter 3 verse 3 says that വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. And he said unto the man that had his hand withered, stand forth. ഒരിക്കൽ കൂടെ, വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. He asked the man with the withered hand to stand forth in the midst. യേശു കർത്താവിനെ കുറ്റം ചുമത്തേണ്ടതിന് ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സന്ദർഭം. It was a time when a lot of people were ready to judge Jesus. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അത് വ്യക്തമായി എഴുതിയിരിക്കുന്നു. When we look at the verse 1, it is written very clearly. അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. And he entered again into the synagogue, and there was a man there who had his hand withered. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. And they watched him whether he would heal him on the Sabbath day, that they might accuse him. സൗഖ്യമാക്കാൻ ഒരു യേശു അവിടെ ഉണ്ട്. There is a Jesus to heal. ക്രിട്ടിസൈസ് ചെയ്യാൻ വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. There is a large crowd to criticize. ഒരു രോഗിയായിരിക്കുന്ന മനുഷ്യൻ അവിടെ ഉണ്ട്. A sick person is also there. ഇതിൻ്റെ മധ്യത്തിൽ ഒരത്ഭുതം നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. And today what we are going to meditate is a healing that is going to take place in the midst of this situation. എല്ലാവരും സപ്പോർട്ടുള്ള ഒരു സ്ഥലത്തല്ല ഒരു അത്ഭുതം നടക്കാൻ പോകുന്നത്. The healing is not going to take place in a place where everybody is supporting the notion. എല്ലാവരും എതിരായി നിൽക്കുന്ന സ്ഥലത്ത് ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. The miracle is going to take place at the place where everybody is against it. യേശു കർത്താവിന്റെ ഓരോ ചലനങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു.
They were very keen and very concentrated in identifying any problems, any issues that will come from the side of Jesus. ഓരോ കാൽവയ്പ്പുകളും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. They were very clearly noticing the each footstep of Jesus. യേശു ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വിമർശിക്കുവാൻ തയ്യാറോടെ അവരുണ്ടായിരുന്നു. They were very prepared to criticize each of the things that Jesus is going to do. അതേ സമയത്തിൽ യേശു ഭയന്ന് പിന്മാറുവാൻ തീരുമാനിച്ചില്ല. But at the same time, Jesus didn't decide to get back or stay back with fear. ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. Jesus has decided to overcome that negative situation. ആ വിമർശകരുടെ ഇടയിൽ ആ രോഗിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. He asked him to stand forth in the midst of those criticizers. അവൻ ചാടി എഴുന്നേറ്റ് നിന്നു. And he stood up with very active condition. യേശു അവനോട് കൈ നീട്ടാൻ പറഞ്ഞു. And Jesus asked him to stretch his hand forth. ബൈബിൾ ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. In the Bible it is written like this. അതിന്റെ 5-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. Its 5th verse says that അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. And when he had looked around about on them with anger, being grieved at the hardening of their heart, ആ മനുഷ്യനോട് he said unto the man, കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. stretch forth thy hand. അവൻ കൈ നീട്ടി. And he stretched his hand forth, അവന്റെ കൈ സൗഖ്യമായി. and his hand was restored. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. Dear brothers and sisters, if we think we can understand the situation, എല്ലാവരും അനുകൂലമായി നിൽക്കുന്നിടത്ത് ഒരു രോഗിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടായിരിക്കും. if everybody is supporting the situation, or the situation is good to us, a sick person will be completely ready to stand. പക്ഷെ എല്ലാവരും എതിരായി നിൽക്കുന്ന സമയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ചിലർ താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. But at the time when everybody is against the situation, or the situation is not supporting us, a sick person will not be completely ready to stand in the name of Jesus. ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ വളരെ പ്രധാനപ്പെട്ടത് എത്ര പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും യേശുവിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ ഇവനുണ്ടായിരുന്ന മനസ്സാണ്. The healing that has took place here is just because of the complete dedication or dedicated mind that the person has exhibited in the midst of criticizers. യേശു കർത്താവ് അതുകൊണ്ട് തന്നെയാണ് അവനെ സൗഖ്യമാക്കിയത്. Jesus healed him just because of his good mentality. കർത്താവ് ആഗ്രഹിച്ചതുപോലെ അവൻ കൂടെ നിന്നത് അവന്റെ രോഗശാന്തിക്ക് കാരണമായി തീർന്നു. As the man was with Jesus and with the will of God, and it has resulted in a healing in his life. യേശു പറയുന്നത് അനുസരിച്ച് അതേപടി അവൻ ചെയ്തതുകൊണ്ട് അവൻ അത്ഭുതം കടന്നു വന്നു. As he believed Jesus completely and was ready to obey completely, he could experience a healing in his ഈ life. വരണ്ട കൈയുള്ള മനുഷ്യനറിയാം, ഈ വിമർശകരൊന്നും എന്നെ രക്ഷിക്കത്തില്ല. The man with withered hand knows that no criticizers around him is going to help him. ഇവർക്കാർക്കും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. Nobody can save him. ഇവർക്ക് യേശുവിനെ കുറ്റം പറയാനേ അറിയാവൂ. They just know to judge others. ഒരുപക്ഷെ എന്നെയും ഇവർ കുറ്റപ്പെടുത്തിയെന്നിരിക്കാം യേശുവിനെ അനുസരിച്ചതുകൊണ്ട്. Sometimes they may also criticize me as I am obeying the word of God. എനിക്ക് അതൊന്നുമല്ല വിഷയം, എനിക്ക് രോഗശാന്തിയാണ് ഇവിടെ വേണ്ടത്. My problem is not regarding the criticizers. My problem is the healing that I need in my life. ഞാൻ അനേക വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ട്. I have gone to a lot of doctors. അവിടെ ഞാൻ ഒത്തിരി മെഡിസിൻസ് ഉപയോഗിച്ചു, പക്ഷെ അവിടെ ഒന്നും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. And I have tried a lot of medicine in those places, but I couldn't experience any healing in my life. ഞാൻ ഒത്തിരി പുണ്യസ്ഥലങ്ങളിൽ പോയി, എനിക്ക് അവിടെ ഒന്നും സൗഖ്യം കിട്ടിയില്ല. I went to a lot of sacred places, but I couldn't get a healing that I needed. പക്ഷേ യേശുവിൽ നിന്ന് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. But I believe that I am going to get a healing from Jesus. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. So I am ready to stand in the midst of any place. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും എന്നുള്ളത് എനിക്ക് വിഷയമല്ല. It is not a matter for me to just bother about what others are saying. മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുന്നത് എനിക്ക് വിഷയമല്ല.
വിഷയമല്ല. The judgment that is going to be raised by others is not a matter for me. മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുന്നതിലും എനിക്ക് പ്രശ്നമില്ല. It is not a matter for me to put me into loneliness by others. എനിക്ക് യേശുവിൽ നിന്നുള്ള സൗഖ്യം ലഭിക്കുന്നതാണ് ആവശ്യം. What I need is a healing from Jesus. യേശുവിൽ നിന്നുള്ള അത്ഭുതമാണ് എനിക്ക് ആവശ്യം. A healing, a miracle from Jesus is what I needed. യേശുവിൽ നിന്നുള്ള വിടുതലാണ് എനിക്ക് ആവശ്യം. A deliverance from Jesus is what I needed. യേശു കർത്താവിനെ സൗഖ്യമാക്കുന്നതാണ് എനിക്ക് വിഷയം. And my matter is on the healing that God is going to നിങ്ങൾ give എന്നെ me. കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് വിഷയമല്ല. It is not a matter for me that what you നിങ്ങൾ are എന്റെ saying. ഒപ്പം നിൽക്കുവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. It is not a matter for me that whether you will stand with me or whether you will make me alone. യേശുവിനെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. I am ready to obey Jesus. ആ വിമർശകരുടെ ഇടയിൽ അവനോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്ക. Jesus asked him to stand forth in the midst of those criticizers. അവൻ എഴുന്നേറ്റ് നിന്നു. And he stood up. യേശു പറഞ്ഞു, കൈ നീട്ടുക. Jesus asked, stretch your hand. അവൻ കൈ നീട്ടി. And he stretched his hand. അവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു അവൻ നോക്കിയില്ല. He didn't look at how their face is looking. ഇവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു അവൻ നോക്കിയില്ല. He didn't look at how their face expression is. അവൻ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി. He just looked to the face of God. യേശുവിനെ മാത്രം അവൻ ശ്രദ്ധിച്ചു. He just gave his attention to Jesus. അവരെയും ഇവരെയും നോക്കിയാൽ എന്റെ മേൽ അത്ഭുതം നടക്കത്തില്ല. He didn't give his attention to this and those people. He know that he just എല്ലാവരും want to give to പറയുന്നത് Jesus. കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം നടക്കത്തില്ല. If he listened to everybody's dialogues and conversation, I will not get a healing. എനിക്ക് യേശുവിനെ അനുസരിച്ചാലാണ് അത്ഭുതം നടക്കുന്നത്. I will get a healing, a miracle when I obey Jesus. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ മാത്രമേ അനുസരിക്കത്തുള്ളൂ. So that I will only obey Jesus യേശു Christ. കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ നീട്ടി. As Jesus asked to stretch the hand, I am obeying that. യേശു എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു. As Jesus asked to stood up, I stood up. ഇനി ആ കൂട്ടത്തിൽ ആരെങ്കിലും നീ ഇരിക്കെന്ന് പറഞ്ഞാലും അവൻ ഇരിക്കത്തില്ല. And if anybody from that crowd say him to or ask him to sit, he will not sit. നീ കൈ നീട്ടരുതെന്ന് പറഞ്ഞാലും അവൻ കൈ നീട്ടാതെ ഇരിക്കത്തില്ല. Don't stretch your hand. If somebody says like that, he will not obey that. ഇന്ന് പല ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളും ഇപ്രകാരമാകണം. Dear children of God who is listening us, you should also become like how this man became. യേശുവിൽ നിന്നൊരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കാം. You may be a person who is expecting a miracle from Jesus. ഒരു വലിയ വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. You may be expecting a great deliverance in your life from Jesus. ഒരുപക്ഷേ അത് ശബത്ത് ദിവസത്തിലായിരിക്കാം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. Sometimes Jesus is decided or desiring to give that to your life on the day of Shabbat. അത് കൂടി നിൽക്കുന്ന എല്ലാവരും പറയും, ഇന്നേ ദിവസം ഇതിനുള്ള ദിവസമല്ല എന്ന് പറയും. The people around you may say to you that it is not the day for your healing. ഇന്ന് സൗഖ്യം പ്രാപിക്കാനുള്ള ദിവസമല്ല എന്നൊരു പക്ഷേ അവർ പറഞ്ഞിരിക്കാം. It is not the day to get a healing. ഇന്ന് അത്ഭുതം പ്രാപിക്കാനുള്ള ദിവസമല്ല എന്നവർ പറഞ്ഞിരിക്കാം. They may say that it is not a day to experience a miracle in your ഈ life. ദിവസത്തിൽ അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കാം. Sometimes they say that you need not to experience this one in this day. നീ ദിവസത്തെ ആരാധിക്കുന്ന വ്യക്തിയാകരുത്. Don't be a person who worship the day. യേശു നിനക്ക് കൽപ്പിക്കുന്ന ദിവസം നല്ല ദിവസം തന്നെയാണ്. The day that Jesus desired on your life is a best day. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്തിൽ തന്നെ എല്ലാം സൃഷ്ടിച്ചിട്ട് നല്ലത് 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 എന്ന് കണ്ട് വീണ്ടും വീണ്ടും ആ സൃഷ്ടി നടന്നു. When God was manufacturing this whole universe, He said everything was good. It is good. It is good, and He made everything good. അവൻ നമുക്ക് തരുന്ന എല്ലാ ദിവസവും നല്ലതാണ്. Every day that He had given to our life is good. അവൻ നമുക്ക് വേർതിരിച്ചു തരുന്ന എല്ലാ ദിവസവും നല്ലതാണ്. The day that He has separated for us is good. അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന ദിവസമല്ല നമ്മൾ കേൾക്കേണ്ടത്, ദൈവം പറയുന്ന ദിവസമാണ് അത്ഭുതത്തിന്റെ ദിവസം. So that we don't have to listen to the days that human beings say, we have to listen to the days that God is saying. അവൻ ശബത്ത് ദിവസത്തിൽ പോയതുപോലെ നിങ്ങൾക്ക് ശബത്ത് ദിവസത്തിലാണെങ്കിലും ദൈവഹിതം അതാണെങ്കിൽ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. As Jesus said that in Shabbat day for a healing, if Shabbat day is what set by God, then it is the best day for you. ദൈവഹിതത്തിന് മുൻതൂക്കം കൊടുക്കണം. We have to give priority to God's will. എത്ര
തർക്കങ്ങളും എതിരികളും എതിരാളികളും നിൽക്കുമ്പോഴും യേശുവിനെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. Regardless of any debate, any discussion, any controversies, you should be ready to accept the will of God. ഒരുപക്ഷെ നിങ്ങളുടെ സമുദായം നിങ്ങളെ അംഗീകരിച്ചു എന്ന് വരത്തില്ല. Sometimes your society may not accept you. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളെ അംഗീകരിച്ചു എന്ന് വരത്തില്ല. Sometimes your friends may not accept you. ഒരുപക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ക്രിസ്തുവിന്റെ പുറകെ പോയത് മുഖാന്തരം നിങ്ങളെ അംഗീകരിച്ചു എന്ന് വരത്തില്ല. Sometimes as you have started following Jesus, your relatives and friends may not accept you. അതൊന്നും കണ്ടിട്ട് കർത്താവിനെ അനുസരിക്കുവാൻ നീ വൈമനസ്യം കാണിക്കരുത്. Don't stop yourself from following Jesus as you hear all these kind of dialogues and voices around you. യേശുവിനെ നീ അനുസരിക്കുക തന്നെ ചെയ്യണം. You should obey Jesus. അവരെല്ലാവരും നോക്കി നിൽക്കെ യേശുവിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ എഴുന്നേറ്റതുപോലെ നിങ്ങൾ എഴുന്നേൽക്കണം. As he has stood up when Jesus asked him in the midst of everybody, you should also copy that to your life. ആമേൻ. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമ്മൾ ഓടണം. As a large crowd of witnesses are around us, we should run our life in the perfect path. ക്രിസ്തുവിനെ അനുഗമിക്കണം നിന്നെ ഒത്തിരി പേർ ശ്രദ്ധിക്കുന്നുണ്ട്. The God's blessing that you are experiencing in life is being witnessed by a lot of people. അനേകർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. A lot of people are giving concentration into your അനേകർ life. നിങ്ങളെ കാണുകയാണ്. A lot of people are watching you. ആകയാൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമ്മൾ ഓടണം. Therefore, we should run our life in a consistent way. നമുക്ക് ക്രിസ്തുവിനെ അനുസരിക്കാൻ ഒരു ആവേശമുണ്ടാകണം. And we should have a great excitement to follow Jesus. ക്രിസ്തുവിന്റെ എതിരാളികളുടെ മുമ്പിൽ ക്രിസ്തുവിനെ വേണ്ടിട്ട് നിൽക്കാൻ നിനക്ക് ആവേശമുണ്ടായിരിക്കണം. You should have a great amazement or excitement to stand in the midst of people, those who are against Jesus. അവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞ സമയത്തിൽ അവൻ എഴുന്നേറ്റു. When Jesus asked him to stand up, he stood. അവനോട് കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ കൈ നീട്ടി. When Jesus asked him to stretch his hand, he obeyed it. നമ്മോട് വരാൻ പറയുമ്പോൾ വരണം. When he asks us to പോകാൻ come, we പറയുമ്പോൾ have to പോകണം. come. When he asks to go, we have to go. യേശു നമ്മോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. When Jesus asks us to sit, we need to obey യേശു that. നമ്മോട് പോകാൻ പറഞ്ഞാൽ പോകണം. If Jesus asks us to go, we have to go. യേശു നമ്മോട് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. If Jesus asks us to eat, we have to യേശു eat. നമ്മോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ ജോലി ചെയ്യണം. If Jesus asks us to work, we have to work. യേശു നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. If Jesus asks us to pray, we have to pray. യേശു നമ്മോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ വായിക്കണം. If Jesus asks us to read the Bible, we have to read the ഭൗതികമോ Bible. ആത്മീകമോ ഏതോ ആയിക്കോട്ടെ ക്രിസ്തുവിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. No matter physical or spiritual, when God asks us to do something, we have to obey that. കാലങ്ങളായി ചില രോഗങ്ങൾ നിങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിയായിരിക്കാം. Sometimes you may be experiencing the sickness for a lot of seasons by seasons. ഈവൻ വരണ്ട കൈയുള്ളവനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം മുഴുവനും വരണ്ടിരിക്കുന്ന സ്ഥിതിയായിരിക്കാം. Here the person is having just a withered hand, but your life may be completely withered. ഇവന് ശരീരത്തിന്റെ പുറമേ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശരീരത്തിന്റെ അകമേയായിരിക്കാം രോഗം. If this man is experiencing his witherness in outside the body, sometimes it may be an experiencing that you have inside your life. ഒരുപക്ഷെ ഇവന് ശരീരത്തിലാണ് രോഗമെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായിരിക്കാം രോഗം. If he is having this sickness in his body, sometimes you may be having that problem in your soul. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing impossible to Jesus. യേശുവിനെ നിന്റെ മനസ്സിലുള്ളതിനെയും ശരീരത്തിലുള്ളതിനെയും അകത്തുള്ളതിനെയും പുറത്തുള്ളതിനെയും സൗഖ്യമാക്കാൻ കഴിയും. Jesus can heal everything that is on your body, inside your soul. Everything is possible for Jesus to heal. യേശുവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഈ അത്ഭുതം അവൻ കരുതി വെച്ചിട്ടുണ്ട്. Jesus has separated all these miracles for all those people who is ready to obey him. നമ്മൾ ഒന്ന് മാത്രം ചെയ്യുക. We just need to do a little thing. അനുസരിക്കുക. Obey him. പ്രതികൂല സാഹചര്യത്തിലും എഴുന്നേൽക്കാൻ മനസ്സ് വയ്ക്കുക. Be ready to stand up in the midst of negative situations. എല്ലാവരും എതിർക്കുമ്പോഴും യേശുവിനെ അനുസരിക്കാൻ നിനക്ക് മനസ്സ് വരണം. When everybody is making us or generating a bad situation for our life, on that time also you should be ready to stand. അന്തരീക്ഷം നമുക്ക് വിപരീതമായിരിക്കുന്ന സമയത്തിലേക്കും യേശുവിനെ അനുസരിക്കാൻ മനസ്സ് വരട്ടെ. You should have a good mentality to obey Jesus regardless of
bad environment that you are in. നിങ്ങളെ നിന്ന് കേൾപ്പിക്കത്തില്ല യേശു. Jesus will not leave us for നിങ്ങളെ പരിഹാസത്തിന് ഏൽപ്പിക്കത്തില്ല. Jesus will not leave us for teasing by others. ഇന്ന് നിന്റെ ചുറ്റും നിന്ന് യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ യേശുവിൻ്റെ അനുയായികളായി മാറും. All those people who are making fun of you because you are experiencing a healing of Jesus, the true fact is that there is going to be having a day when those people are also going to start following Jesus. കുറ്റപ്പെടുത്തുന്നവർ വളരെ വേഗത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൽ വരും. The judges will come to the love of God very easily. ദൈവം നിങ്ങളെ ശാരീരിക മാനസിക ബലഹീനതകളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. God is desiring to remove all your bodily and problems in your mind today. വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. Pray to God with faith. യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. Dedicate yourself to Jesus. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് വരേണ്ട കൈയുള്ള മനുഷ്യന് സൗഖ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പാനും എതിരാളികളുടെ മധ്യത്തിൽ എഴുന്നേൽക്കുവാനും കൈനീട്ടുവാനും അത്ഭുതം പ്രാപിപ്പാനും ദൈവം കൊടുത്ത വലിയ സ്നേഹത്തിനായി സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എതിരികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ശത്രുതകളും സാഹചര്യങ്ങളെല്ലാം വിപരീതമായി വരുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ, യേശുവിനെ അനുസരിക്കുവാൻ, യേശുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, മധ്യഭാഗത്തിൽ നിന്ന് പ്രധാന സ്ഥാനത്ത് തന്നെ നിൽക്കുവാൻ ദൈവം സകല പേരെ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുന്നു. സകല രോഗങ്ങളും മാറട്ടെ, പ്രയാസങ്ങൾ മാറിപ്പോട്ടെ, മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളെല്ലാം വിട്ടുമാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. Oh Lord, our Heavenly Father, we thank you for giving us a great opportunity after a day to praise your name, to lift your name, to understand your greatness again, Jesus. Lord, today we pray that for all those people who is willing or who has decided to make their mind to obey God's word, obey the command that Jesus is giving to their life, or regardless of their situation that they are living in, Lord, today or tonight, Lord, let them experience, let them have a strong mentality, a strong power in their soul to obey Jesus and to work for Jesus and to experiencing and to get the healing from God. Lord, thank you for hearing our prayer. In Jesus' name, amen. Amen.